പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിനോടുള്ള ഇന്നത്തെ ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമാതാവായ പരിശുദ്ധ മറിയമേ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച എൻ്റെ അമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങളോടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, അനുഗ്രഹത്തിൻ്റെ അമ്മേ, പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തുരക്ഷിച്ചു കൊള്ളണമെന്ന് അങ്ങേ തൃപ്പാദത്തിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ, ഇതാ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം അങ്ങേ തിരുകുമാരനോട് അപേക്ഷിച്ചു തരുവിക്കണമേ. ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ, എൻ്റെ ജീവിതത്തിലെ നാട ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീയാകുന്നു എൻ്റെ ശരണം. തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ യേശുയുടെ പക്കൽ നിന്നുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണം. എനിക്ക് തരുന്ന ഏകാശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ദൈവമാതാവായ കന്യകാ മറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ. ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട്
ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. ദൈവപിതാവാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുകയും ദൈവകൃപയാൽ സമ്പന്നയാക്കപ്പെടുകയും ചെയ്ത ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങേ മധ്യസ്ഥതയിൽ ഞങ്ങളോടി അണയുന്നു. ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നാശത്തിൽ വീഴാതെ കാക്കേണമേ. അവിടുത്തെ അയോഗ്യദാസരായ ഞങ്ങൾ ദൈവകൃപ നഷ്ടപ്പെടുത്തി തിന്മയുടെ വഴിയെ സഞ്ചരിച്ചതിൽ അതിയായി ദുഃഖിക്കുന്നു. ജീവിത സാഹചര്യങ്ങളാൽ തകർന്ന് മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ തിരുകുമാരൻ്റെ കരുണാസ്പർശത്താൽ സുഖപ്പെടുത്തണമേ. എണീക്കുവാൻ കഴിയാത്ത വിധം മനസ്സും ഹൃദയവും ശരീരവും തളർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദയനീയാവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണമേ. പരിശുദ്ധയായ അമ്മേ, ദയുള്ള മാതാവേ, അവിടുത്തെ സംരക്ഷണത്തിന് ഞങ്ങളുടെ പരിശുദ്ധ മാതാവേ, അവിടുന്നാണ് ഞങ്ങളുടെ ആശ്രയവും അഭയസ്ഥാനവും. എല്ലാ വിഷമതകളിലും ഞങ്ങൾക്ക് നീ വഴികാട്ടിയാവേണമേ. എല്ലാ സങ്കടങ്ങളിലും ഞങ്ങൾക്ക് ആശ്വാസമേകണമേ. ഞങ്ങൾ അങ്ങിൽ ശരണം തേടുന്നു. അങ്ങേ പുത്രനായ ഈശോ മിശിഹാ വഴിയായി സകല ബന്ധനങ്ങളിലും നിന്ന് ഞങ്ങളെ വിടുവിച്ച് സ്വർഗരാജ്യത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കു നീ കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ അമ്മേ, ദൈവമാതാവേ, അങ്ങേ തിരുപുത്രൻ ഞങ്ങൾക്കും അമ്മയായി അങ്ങേ നൽകിയതിനെ ഓർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ സഹായം എന്നും ഞങ്ങൾക്കും ശക്തിയും ധൈര്യവും നൽകുന്നു. ഇന്ന് ഞങ്ങൾ നേരിടുന്ന വിഷമതകളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, വേദനിക്കുന്നവരുടെ സങ്കേതമേ, ഞങ്ങളിപ്പോൾ അങ്ങേ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. കുരിശിൻ്റെ വഴിയെ സ്വപുത്രനെ അനുഗമിച്ച് അനന്തമായ കൃപയ്ക്ക് അവിടുന്ന് അർഹയായല്ലോ. ദൈവകൃപയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും അവിടുന്ന് വീണ്ടെടുക്കണമേ. എല്ലാ ദുർമാർഗങ്ങളിലും ദുശീലങ്ങളിലും നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യം ഞങ്ങളുടെ സഹായമായ മാതാവേ, അങ്ങേ തിരുകുമാരന് പ്രീതികരമല്ലാത്ത എല്ലാ പ്രവൃത്തികളിലും നിന്നും പിന്തിരിഞ്ഞു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ.